എന്നും പുതുമയുമായെത്തുന്ന ലവ് ദ ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബിലെ പഠിതാക്കൾ ഒരുക്കുന്ന പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു. ഒരു ദിനം ഒരു പേജ് ഖുർആൻ പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു ദിനം ഒരു പേജ് ഖുർആൻ പാരായണത്തോടൊപ്പം അർത്ഥവും എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്നിവിടെ പാരായണം ചെയ്യുന്നത് പരിശുദ്ധ ഖുർആനിലെ 306-ാമത്തെ പേജ് സൂറത്ത് മറിയമിൽ നിന്ന് 12 മുതൽ 25 വരെയുള്ള ആയത്തുകളാണ്. ഇൻഷാ അല്ലാഹ്. ഞാൻ റംലത്ത് കേസി, ഇതെൻ്റെ മകൾ ഷഹാന. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ യഹ്യാ ഖുദിൽ കിതാബ ബിഖുവ്വഹ് വആതൈനാഹുൽ ഹുക്മ സബിയ്യാ. ഹേ യഹ്യ, വേദഗ്രന്ഥം ബലമായി സ്വീകരിച്ചു കൊള്ളുക എന്ന് നാം പറഞ്ഞു. കുട്ടിയായിരിക്കെ തന്നെ അദ്ദേഹത്തിന് നാം ജ്ഞാനം നൽകുകയും ചെയ്തു. വഹനാനം മിൻ ലദുന്നാ വസകാതൻ വകാന തഖിയ്യാ. നമ്മുടെ പക്കൽ നിന്നുള്ള അനുകമ്പയും പരിശുദ്ധിയും നൽകി അദ്ദേഹം ധർമ്മനിഷ്ഠയുള്ളവനുമായിരുന്നു. വബർറം ബിവാലിദൈഹി വലം യകുൻ ജബ്ബാറൻ അസിയ്യാ. തൻ്റെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്നവനുമായിരുന്നു, നിഷ്ഠൂരനും അനുസരണം കെട്ടവനുമായിരുന്നില്ല. വസലാമുൻ അലൈഹി യൗമ വുലിദ വയൗമ യമൂതു വയൗമ യുബ്അസു ഹയ്യാ. അദ്ദേഹം ജനിച്ച ദിവസവും മരിക്കുന്ന ദിവസവും ജീവനോടെ എഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസവും അദ്ദേഹത്തിന് സമാധാനം. വദ്കുർ ഫിൽ കിതാബി മറിയമ ഇദിൻതബദത് മിൻ അഹ്ലിഹാ മകാനൻ ശർഖിയ്യാ. വേദഗ്രന്ഥത്തിൽ മറിയമിനെ പറ്റിയുള്ള വിവരം നീ പറഞ്ഞു കൊടുക്കുക. അവൾ തൻ്റെ വീട്ടുകാരിൽ നിന്നകന്ന് കിഴക്ക് ഭാഗത്തുള്ള ഒരു സ്ഥലത്തേക്ക് മാറി താമസിച്ച സന്ദർഭം. ഫത്തഖദത് മിൻ ദൂനിഹിം ഹിജാബൻ ഫഅർസൽനാ ഇലൈഹാ റൂഹനാ ഫതമസ്സല ലഹാ ബശറൻ സവിയ്യാ. എന്നിട്ട് അവർ കാണാതിരിക്കാൻ അവൾ ഒരു മറയുണ്ടാക്കി. അപ്പോൾ നമ്മുടെ ആത്മാവിനെ, അതായത് ജിബ്രീലിനെ, നാം അവളുടെ അടുത്തേക്ക് നിയോഗിച്ചു. അങ്ങനെ അദ്ദേഹം അവളുടെ മുമ്പിൽ തികഞ്ഞ മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ഖാലത് ഇന്നി അഊദു ബിർറഹ്മാനി മിൻക ഇൻ കുൻത തഖിയ്യാ. അവൾ പറഞ്ഞു, തീർച്ചയായും നിന്നിൽ നിന്ന് ഞാൻ പരമകാരുണികനിൽ ശരണം പ്രാപിക്കുന്നു. നീ ധർമ്മനിഷ്ഠയുള്ളവനാണെങ്കിൽ എന്നെ വിട്ട് മാറിപ്പോകൂ. ഖാല ഇന്നമാ അന റസൂലു റബ്ബികി ലിഅഹബ ലകി ഗുലാമൻ സകിയ്യാ. അദ്ദേഹം, അതായത് ജിബ്രീൽ പറഞ്ഞു, പരിശുദ്ധനായ ഒരു ആൺകുട്ടിയെ നിനക്ക് ദാനം ചെയ്യുന്നതിനു വേണ്ടി നിന്റെ രക്ഷിതാവ് അയച്ച ദൂതൻ മാത്രമാകുന്നു ഞാൻ. ഖാലത് അന്നാ യകൂനു ലീ ഗുലാമുൻ വലം യംസസ്നീ ബശറുൻ വലം അകു ബഗിയ്യാ. അവൾ പറഞ്ഞു, എനിക്കെങ്ങനെ ഒരു ആൺകുട്ടി ഉണ്ടാകും? യാതൊരു മനുഷ്യനും എന്നെ സ്പർശിച്ചിട്ടില്ല, ഞാൻ ഒരു ദുർനടപടികാരിയായിട്ടുമില്ല. ഖാല കദാലിക ഖാല റബ്ബുകി ഹുവ അലയ്യ ഹയ്യിൻ വലിനജഅലഹു ആയതൻ ലിന്നാസി വറഹ്മതൻ മിന്നാ വകാന അംറൻ മഖ്ളിയ്യാ. അദ്ദേഹം പറഞ്ഞു, കാര്യം അങ്ങനെ തന്നെയാകുന്നു. അത് തന്നെ സംബന്ധിച്ചിടത്തോളം നിസ്സാരമായ ഒരു കാര്യമാണെന്ന് നിന്റെ രക്ഷിതാവ് പറഞ്ഞിരിക്കുന്നു. അവനെ, ആ കുട്ടിയെ മനുഷ്യർക്കൊരു ദൃഷ്ടാന്തവും നമ്മുടെ പക്കൽ നിന്നുള്ള കാരുണ്യവും ആക്കാനും നാം ഉദ്ദേശിക്കുന്നു. അത് തീരുമാനിക്കപ്പെട്ട ഒരു കാര്യമാകുന്നു. ഫഹമലത്ഹു ഫന്തബദത് ബിഹി മകാനൻ ഖസിയ്യാ. അങ്ങനെ അവനെ ഗർഭം ധരിക്കുകയും എന്നിട്ട് അതുമായി അവൾ അകലെ ഒരു സ്ഥലത്തേക്ക് മാറി താമസിക്കുകയും ചെയ്തു. فأجاءها المخاض إلى جذع النخلة قالت يا ليتني مت قبل هذا
قالت يا ليتني مت قبل هذا وكنت نسيا منسيا. അങ്ങനെ പ്രസവവേദന അവളെ ഒരു ഈന്തപ്പന മരത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. അവൾ പറഞ്ഞു, ഞാൻ ഇതിനു മുമ്പ് തന്നെ മരിക്കുകയും പാടെ വിസ്മരിച്ച് തള്ളപ്പെട്ടവളാകുകയും ചെയ്തിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ. فناداها من تحتها ألا تحزني قد جعل ربك تحتك سريا. ഉടനെ അവളുടെ താഴ്ഭാഗത്ത് നിന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞു, നീ വ്യസനിക്കേണ്ട, നിന്റെ രക്ഷിതാവ് നിന്റെ താഴ്ഭാഗത്ത് ഒരു അരിവ് ഉണ്ടാക്കി തന്നിരിക്കുന്നു. وهزي إليك بجذع النخلة تساقط عليك رطبا جنيا. നീ ഈന്തപ്പന മരം നിന്റെ അടുക്കലേക്ക് പിടിച്ചു കുലുക്കിക്കൊള്ളുക, അത് നിനക്ക് പാകമായ ഈന്തപ്പഴം വീഴ്ത്തി തരുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.